ഗൈസ്, ഇന്നേ നമ്മുടെ വീട്ടിൽ ഒരു പ്ലാവ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ഹൈറ്റൊക്കെ ആയി. അപ്പോൾ അതിന് നമ്മൾ വിഷുവിന് അതിൽ നിന്നാണ് കണി വയ്ക്കാൻ ചക്ക എടുത്തത്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഭയങ്കര 2 ദിവസം വെച്ചാൽ ഇന്നലെ തൊട്ട് കറക്റ്റായിട്ട് ഭയങ്കര സ്മെല്ല് ചക്കയുടെ. അപ്പോൾ നോക്കിയപ്പോൾ ആ ചക്ക പഴുത്തെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊന്ന് മുറിച്ച് നോക്കാം. എന്തായാലും ഇനി വെച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതൊന്ന് മുറിച്ച് നമുക്ക് എങ്ങനെയുണ്ട് നോക്കിക്കാം. ഇതാണ് ചക്ക. ഇതിങ്ങനെ കറക്റ്റ് വേരിലാണ്, വേരിൽ മീൻസ് കറക്റ്റ് മണ്ണിലാണ് നിൽക്കണത്. അത് അപ്പോൾ നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ നമുക്കത് മുറിക്കാം. കത്തിപിടി. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇതാ ഇത്ര വലിപ്പമുണ്ട്. നമുക്കിത് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളായിരിക്കണം, കാരണം സ്മെല്ല് ഭയങ്കരമാണ് കേട്ടോ. ഭയങ്കരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെൽ. യെസ് ഗൈസ്, നല്ല സൂപ്പർ ചക്ക. നന്നായി പഴുത്ത് നല്ല സ്മെല്ലുണ്ട്. ടേസ്റ്റ് ഉണ്ടായിരിക്കണം. ചെറിയ ചക്കയാണ്. ഇത് വെച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. പക്ഷെ നല്ല സൂപ്പർ. കാണാവോ? നല്ല സെറ്റായിട്ടുണ്ട്. കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലോണം പഴുത്തിട്ടൊക്കെ ഉണ്ട്. നല്ല സ്മെല്ലുണ്ട്. ഹായ് ഗൈസ്, ഞാനപ്പോൾ ചക്ക ഇങ്ങനെയാക്കി. ഇനി പീസ് ഓരോരോ ചുളാന്നല്ല പറയാൻ എനിക്കറിഞ്ഞത്. ഞാൻ പറയണം. ഓരോ പീസ് എടുത്ത് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ മീയാണ് ആദ്യം കഴിക്കണത്. എൻ്റെ ഒരു പീസ് ആദ്യം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. നല്ല മധുരമുണ്ട്. സൂപ്പർ സാധനം. നല്ല മധുരം. പിന്നെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട്. 2 ദിവസത്തെ ചെറിയ മഴ കൊണ്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ കാണാനുണ്ട്. പ്രശ്നമല്ല, വെള്ളം കയറുമ്പോഴുള്ള ഒരു ടേസ്റ്റ് നല്ല സൂപ്പർ. ഇത് വെച്ചിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 2-3 വർഷമൊക്കെ ഉണ്ടാവുള്ളൂ. ആദ്യ തവണ ഉണ്ടായി, പക്ഷെ അതിൽ നമുക്ക് കിട്ടിയില്ല. ഒക്കെ ചീഞ്ഞു പോയി. അത് നമുക്ക് കിട്ടി. വെള്ളം കയറിയതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നല്ല മധുരം.